ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. ഇന്ന് ഞാൻ ക്യാൻസറിന് വേണ്ടിയിട്ട് ക്വിക്ക് കരിയർ ആൻഡ് ലവ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. നിങ്ങളുടെ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സിൽ എന്താണ് ആവാൻ പോണത് കരിയറിൽ, ലവിൽ, അതാണ് നമ്മൾ ഇന്ന് നോക്കുക. ഞാൻ ഇപ്രാവശ്യം കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടാണ് വീഡിയോസ് ചെയ്യണത്. ലാസ്റ്റ് ടൈം ഏത് വീഡിയോ എന്നാണ് കൂടുതൽ വ്യൂസും ലൈക്സ് കിട്ടിയച്ചാൽ ആ വീഡിയോനെയാണ് ഞാൻ മുമ്പേ റിലീസ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് വേഗം നെക്സ്റ്റ് ടൈം കാണണം വെച്ചാൽ എത്ര പറ്റുന്ന വെച്ചാൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ കൂടുതൽ ആൾക്കാർക്ക് ഈ വീഡിയോ നോക്കാൻ പറ്റും. അൽഗോറിതമിൽ ഈ വീഡിയോ മുമ്പോട്ട് പോവും ആൻഡ് ഈ വീഡിയോനെ അത്രയും ലൈക്സും വ്യൂസ് കിട്ടും. അപ്പോൾ നെക്സ്റ്റ് ടൈം എനിക്ക് പിന്നെ നിങ്ങളുടെ വീഡിയോസ് മുമ്പേ വേഗം റിലീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്യാൻസർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ലവ് റീഡിങ്ങിലേക്കാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോണത്. ഇതൊരു ക്വിക്ക് റീഡിംഗ് ആണ്, അപ്പോൾ കൂടുതൽ കാർഡ്സ് ഞാൻ എടുക്കുന്നുണ്ടാവില്ല. ആൻഡ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ ക്യാൻസർ നിങ്ങളുടെ ലവ് ലൈഫിൽ എന്താണ് വരാൻ പോണത്? 6 ഓഫ് പെന്റിക്കിൾസ്. ഓ, 6 ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ 2 6s ഉണ്ട്. 6 ആൻഡ് നൈറ്റ് ഓഫ് പെന്റിക്കിൾസ്. നിങ്ങളുടെ ഓവറോൾ ഔട്ട്കം എന്താണ്? ഓവറോൾ ഔട്ട്കം ആൻഡ് എനർജി 5 ഓഫ് സോഡ്സ് ആണ്. നിങ്ങളുടെ കരിയറിൽ എന്താണ് മെസ്സേജസ്? എന്താണ് വരാൻ പോണത് നിങ്ങളുടെ കരിയറിൽ? 9 ഓഫ് സ്വോർഡ്സ് ഉണ്ട് ഇവിടെ. ഡെവിൽ, കാപ്രിക്കോൺ എനർജി ആൻഡ് 2 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. ഓവറോൾ ഔട്ട്കം എന്താണ് ഇവിടെ കരിയറിൽ? 6 സ്വോർഡ്സ്. ആദ്യം വേറെ ഒരു 6 വന്നിരിക്കുന്നു. അപ്പോൾ ക്യാൻസർ ഞാനിവിടെ കാണുന്നത് 5 സോഡ്സ് ആണ് നിങ്ങളുടെ ലവ് ലൈഫിൽ. ഓക്കെ, ഇതൊരു ഓവറോൾ ഔട്ട്കം എനർജി 5 സോഡ്സ് ആണ്. അപ്പോൾ ഇവിടെ കുറേ ഒരു അൺഹെൽതി ഒരു റിലേഷൻഷിപ്പാണ് ഞാൻ കാണുന്നത്. കുറേ കോമ്പറ്റേറ്റീവ് ആയിട്ടൊരു റിലേഷൻഷിപ്പാണ് കാണുന്നത്. നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയ്ക്ക്, ഓറൽസ് നിങ്ങളുടെയും നിങ്ങളുടെ ആരുടെയോ ക്ലോസ് ആയി പേഴ്സൻ്റെ ഇടയ്ക്ക് എന്തോ റിലേഷൻഷിപ്പ് കുറച്ച് സ്ട്രെയിൻ ആയ പോലെ ആണ് ഇവിടെ കാണുന്നത്. അതല്ല വെച്ചാൽ വേറെ ആൾക്കാർ എന്തെങ്കിലും ഗോസിപ്പ് ചെയ്യണ മാതിരി നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറയുണ്ടാവും. ഇല്ല വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി എന്തെങ്കിലും ഗോസിപ്പ് സ്പ്രെഡ് ചെയ്യുന്നുണ്ടാവും. അങ്ങനത്തെ ഒരു എനർജിയാണ് ഞാനിവിടെ കാണുന്നത്. 6 ഓഫ് പെന്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഫസ്റ്റ് കാർഡ്. അപ്പോൾ 6 ഓഫ് പെന്റിക്കിൾസ് ഒരു ഇംബാലൻസിന്റെ എനർജിയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ ഒരു ഇംബാലൻസ് ആണ് ഞാൻ കാണുന്നത്. ഒരു പേഴ്സൺ ഇവിടെ കുറെ എഫേർട്ട് ഇടണ മാതിരി ആൻഡ് മറ്റേ പേഴ്സന്റെ അടുത്തുനിന്ന് അത്ര എഫേർട്ട് ഇല്ല. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി ഒരു ഇംബാലൻസ് റിലേഷൻഷിപ്പ് ആണ്. അപ്പോൾ അത് എന്തായാലും ഇവിടെ ഓൾറെഡി ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത്. മേ ബി നിങ്ങളായിരിക്കും കൂടുതൽ എഫേർട്ട് ഇട്ടുണ്ടാവുക. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നിങ്ങളുടെ പേഴ്സൺ ഒട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യണില്ല, അവർ അത്ര എഫേർട്ട് ഇടണില്ല. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്കൊരു ഹേർട്ട് മാതിരി ഒരു ഫീലിംഗ് ഉണ്ട്. 6 ഓഫ് കപ്സ് ഇവിടെ ഒരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരണ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ആരെങ്കിലും പാസ്റ്റിന് ചിലപ്പോൾ തിരിച്ചു വരാൻ ചാൻസസ് ഉണ്ട് ഈ സമയത്ത്. ഈ പേഴ്സൺ തിരിച്ചു വരണ പേഴ്സണിന്റെ കൂടെ നിങ്ങളുടെ നല്ല മെമ്മറീസ് ഉണ്ട്, ഹാപ്പി മെമ്മറീസ് ഉണ്ട്. ഇതൊരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടും ആവാം. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പ് ശരിയാവാണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ ആണ് വേറെ ഒരു പേഴ്സൺ, ഒരു പാസ്റ്റ് പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടാവുക. അത് കുറച്ചുകൂടിയും കോംപ്ലിക്കേറ്റഡ് ആക്കാൻ വഴിയുണ്ട് ഈ റിലേഷൻഷിപ്പിനെ. നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ആണ് ഇവിടെ ലാസ്റ്റ് കാർഡ്. അപ്പോൾ നിങ്ങളുടെ ലവ് ലൈഫ് പൊതുവെ ഒരു സ്ലോ മൂവിങ് എനർജിയിലാണ്. അങ്ങനെ അത്ര സഡൻ ചേഞ്ചസ് ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ അങ്ങനത്തെ പോലെ ഒരു എനർജി ഇവിടെ കാണില്ല, എക്സെപ്റ്റ് ഫോർ ദ 6 ഓഫ് കപ്സ്. പക്ഷെ അതെനിക്ക് ക്ലാരിഫൈ ചെയ്യണം എന്നുണ്ട്. ഞാൻ യൂഷ്വലി ക്വിക്ക് റീഡിങ്സിൽ ക്ലാരിഫൈ ചെയ്യാറില്ല, പക്ഷെ ഈ കേസിൽ എനിക്ക് ക്ലാരിഫൈ ചെയ്യണം എന്നുണ്ട് ഈ 6 ഓഫ് കപ്സ് എന്താണെന്ന്. 9 ഓഫ് കപ്സ്. അപ്പോൾ ഇതൊരു വിഷ് ഫുൾഫിൽമെന്റ് ആണ്. നിങ്ങൾ എവിടെയോ ഈ പേഴ്സൺ കണക്ട് ചെയ്യും, റീകണക്ട് ചെയ്യും എന്ന് വിഷ് ചെയ്യുന്നുണ്ടായിരുന്നു, ഹോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. 6 ഓഫ് പെന്റിക്കിൾസ് ഇവിടെ ഏസ് ഓഫ് സോഡ്സിന്റെ കൂടെയാണ്. അപ്പോൾ
അഗൈൻ ഇവിടെ ഒരു ബ്രേക്ക് ത്രൂ ഞാൻ കാണുന്നു, ഒരു കമ്മ്യൂണിക്കേഷൻ ഞാൻ കാണുന്നു. അപ്പൊ ഇത് ആ സെയിം പേഴ്സണും ആവാം, നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സന്റെ കൂടെ തന്നെ മേ ബി ഒരു ബ്രേക്ക് ത്രൂ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ഇവിടെ സ്ട്രെങ്ത്. അപ്പോൾ അഗൈൻ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഇവിടെ കുറച്ചുകൂടി നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് പേഷ്യന്റ് ആയിട്ട് ഡീൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്നുവെച്ചാൽ കാര്യങ്ങൾ കുറച്ചൊരു സ്ലോ മൂവിങ് എനർജിയിലാണ് നിങ്ങളുടെ ലവ് ലൈഫ് എസ്പെഷ്യലി. അങ്ങനെ ഒരു സഡൻ മൂവ്മെന്റ്സിൽ ചേഞ്ചസ് ഉണ്ടാവാൻ വഴിയില്ല. 5 ഓഫ് സ്വേർഡ്സ് ആൻഡ് ഇവിടെ സണ്ണും കാണാണ്ട്. അപ്പൊ ലിയോ എനർജി ഇവിടെ സ്ട്രോങ് ആയിട്ട് ഞാൻ കാണുന്നു. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞ മാതിരി ചില കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സണിന്റെ കൂടെ ഉള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഹാപ്പി അല്ല. പക്ഷെ ഓവറോൾ എനിക്ക് തോന്നുന്നത് പ്രശ്നമില്ലാണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ കരിയറിലെ 6 സോർഡ്സ് ആണ്. ഇത് ട്രാവൽഡ് എനർജിയാണ്. ഇത് നിങ്ങൾ ഡിഫിക്കൾട്ട് സമയം ഉണ്ടായെന്ന് വെച്ചാൽ നിങ്ങളുടെ കരിയറിൽ അത് വിട്ടിട്ട് മുമ്പോട്ട് ഒരു കാമ വാട്ടേഴ്സിന്റെ ഡിറക്ഷനിലാണ് പോണത്. പക്ഷെ ഇവിടെ കുറെ സ്ട്രെസ് ഉണ്ട്. അപ്പോൾ എന്തോ ഒരു സ്ട്രെസ്ഫുൾ കാര്യം ഉണ്ടായിരുന്നു നിങ്ങളുടെ കരിയറിൽ. കുറെ ആങ്സൈറ്റി ഇവിടെ കാണുന്നു, കുറെ സ്ട്രെസ് ഞാൻ ഇവിടെ കാണുന്നു. മേ ബി നിങ്ങൾ ആരോ ഒരു പേഴ്സന്റെ കൂടെയാണ് ഡീൽ ചെയ്യണത്. ഈ പേഴ്സൺ കുറെ ടോക്സിക് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. ഇതൊരു ബോസ് ആയിരിക്കാം, ഇല്ലച്ച നിങ്ങളുടെ വർക്ക് എൻവയറമെന്റ് അൺഹെൽതി ആയിരിക്കാം, ഇല്ലച്ചത് വർക്ക് സ്ട്രെസ് ആയിരിക്കാം. എന്താ വെച്ചാലും ഇതുകൊണ്ടാണ് നിങ്ങളുടെ വർക്ക് ലൈഫിൽ കുറെ ടെൻഷനും സ്ട്രെസ്സും ഞാൻ കാണുന്നത്. 2 ഓഫ് പെന്റിക്കിൾസ് ഇവിടെ ഒരു ഇംബാലൻസ് ആണ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിന് അത്ര സമയം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. എന്ന് വെച്ചാൽ നിങ്ങളുടെ മുഴുവൻ എനർജി വർക്കിലാണ് പോണത്. ആൻഡ് ഈ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ കാരണം നിങ്ങൾക്ക് അത്രയും സമയം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഡിവോട്ട് ചെയ്യാൻ പറ്റാണ്ടാണ് മറ്റ് പ്രോബ്ലംസ് ഒക്കെ നിങ്ങളുടെ ലവ് ലൈഫിൽ നടക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതാണ് നിങ്ങളുടെ ക്വിക്ക് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഇൻഫർമേഷൻ വേണം വെച്ചാൽ ഒരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറിച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക. ഇല്ലച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് ഐക്കൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാൻ്റെ കൂടെ അവിടെ ഞാൻ എല്ലാം ഡീറ്റെയിൽസ് അയച്ചു തരാം. പറഞ്ഞ മാതിരി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. ഈ 4 കാര്യം മറക്കാണ്ട് ചെയ്യുക. നിങ്ങളുടെ നെക്സ്റ്റ് ടൈം ഈ വീഡിയോ നല്ല വ്യൂസ് കിട്ടിയാൽ ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങളുടെ വീഡിയോ വേഗം അപ്ലോഡ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് അത്രയും ലൈക്ക് ചെയ്യുക ആൻഡ് വ്യൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ.